തൊഴിലാളികളുടെ പണിമുടക്കിനെ തുടർന്ന് മിൽമ കമ്പനിയിലെ പ്ലാന്റുകളിൽ പ്രതിസന്ധിയാണ്. 3 ജില്ലകളിലെ മിൽമ പ്ലാന്റുകളിലാണ് പ്രതിസന്ധി നേരിടുന്നത്. പാൽ പ്രോസസിംഗ് അടക്കമുള്ള പ്രവർത്തനം നിലച്ചിരിക്കുന്നു. CITU അടക്കമുള്ള സംഘടനകൾ സമരത്തിലുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആരുടെയും പ്രൊമോഷൻ കൊടുക്കണ്ടെന്നുള്ള എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട പ്രൊമോഷൻ കൊടുക്കുകയും അത് ഒരേ സമയത്ത് നോട്ടിഫിക്കേഷൻ നടത്തി എല്ലാവർക്കും കൊടുക്കണമെന്നാണ് സംയുക്തമായി ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. 4 വർഷക്കാലമായിട്ട് ഇവിടുത്തെ ജീവനക്കാർക്ക്, തിരുവനന്തപുരം മേഖലയിലെ ജീവനക്കാർക്ക്, സ്റ്റാൻഡിംഗ് ഓർഡറിന് താഴെയുള്ളവർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാലാകാലങ്ങളിൽ ആവശ്യപ്പെടുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആയാലും ഇപ്പോൾ വന്ന് ഭരണസമിതി ആയാലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം. എന്നാൽ ഓഫീസേഴ്സിൻ്റെ പ്രൊമോഷൻ സമയബന്ധിതമായി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, ശമ്പള പരിഷ്കരണം, പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. 10 ദിവസത്തെ പണിമുടക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലോ. എന്താണ് നിലവിലത്തെ സാഹചര്യം? എന്താണ്? ഏതെങ്കിലും തരത്തിലെ ഒരു ചർച്ച വേണമെന്ന് ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? അക്ഷയ, ക്ഷീരകർഷകരെ മാത്രമല്ല ഈ മിൽമപ്പാൽ ഉപയോഗിക്കുന്ന ജനങ്ങളെ അടക്കം ഈ സമരം സാരമായി തന്നെ ബാധിക്കും. കഴിഞ്ഞ 4 വർഷമായി താഴെത്തട്ടിലുള്ള മിൽമയിലെ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടില്ല. ഈ പ്രൊമോഷൻ നൽകണം എന്നാവശ്യപ്പെട്ട് പലകുറി മാനേജ്മെന്റിനെ ഇവർ സമീപിച്ചതാണ്. എന്നാൽ മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പ്രൊമോഷൻ നൽകുന്നു. മെയ് 31 തീയതി വിരമിക്കുന്ന ആൾക്കാർക്ക് പോലും പ്രൊമോഷൻ മേൽത്തട്ടിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കാതെ വിരമിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ഈ തൊഴിലാളികൾ മാനേജ്മെന്റിനോട് കത്തയക്കുകയും നേരിട്ട് MD-യെയും ചെയർമാനെയും ഒക്കെ തന്നെ നേരിട്ട് കണ്ട് പറയുകയും ചെയ്തതാണ്. എന്നാൽ ആ വിഷയത്തിലൊരു തീരുമാനമുണ്ടായില്ല. അപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിൻ്റെ ഭാഗമായ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. ആ ഇൻ്റർവ്യൂ ഈ സംയുക്ത തൊഴിലാളി സംഘടനകൾ ചേർത്ത് തടഞ്ഞു. ആ തടഞ്ഞതിൻ്റെ പേരിൽ 20 ജീവനക്കാർക്കെതിരെ ഇന്നലെ FIR ഇട്ട് കേസെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും പെട്ടെന്നുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ കാരണം. എന്താ നിങ്ങളുടെ തുടർ നടപടി? ഞങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ള കേസ് അപകാരണമായി ഇന്നലെ എടുത്തിട്ട് 40 പേരുടെ പേരിൽ, 20 പേരുടെ പേരിൽ, പ്രത്യക്ഷത്തിൽ 21 പേരുടെ പേരിൽ കണ്ടാലറിയുന്നവർ എന്ന പേരിലും എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുകയും ജീവനക്കാർക്ക് ഇന്നലെ ചെയർമാൻ നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സ് 30-ാം തീയതിക്ക് മുമ്പ് ഞങ്ങളുടെ പ്രൊമോഷൻ പൂർത്തീകരിച്ച് തരാമെന്നുള്ളത് ഞങ്ങളുടേത് മാത്രമെന്നുള്ളതല്ലേ, ഓഫീസേഴ്സിൻ്റെ ആയാലും അർഹതപ്പെട്ട മിൽമയിലെ അർഹതപ്പെട്ട ജീവനക്കാർക്കെല്ലാം അർഹതപ്പെട്ട പ്രൊമോഷൻ നടപ്പിലാക്കാതെ 3-ാം തീയതിക്ക് മുമ്പ് നടപ്പിലാക്കുമെന്ന് ഇന്നലത്തെ ചർച്ചയിൽ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ മിനിറ്റ് സാധാരണക്കാരൻ്റെ ലെവലിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പാല് മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവുമോ? പാൽ വിതരണം മുടങ്ങും. രാവിലത്തെ പാല് പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ 8 മണി തൊട്ട് നടക്കേണ്ട ഡെസ്പാച്ച് ഡ്യൂട്ടി നടന്നിട്ടില്ല. വണ്ടിക്കാർ വന്ന് ഇവിടെ കിടപ്പുണ്ട്. തെക്കൻ കേരളത്തിൽ ഇന്ന് വൈകിട്ട് മുതൽ പാല് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. മിൽമ പാല് കിട്ടത്തില്ല. കാര്യം ഇത്രയും മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ പാലടിച്ച് മാറേണ്ടതാണ്. അത്രയും പ്രോസസ്സിങ് ബ്രേക്കാണ്. മാർക്കറ്റിങ്ങിൽ അതിൻ്റെ ഷീറ്റുകൾ ഇവർ കൊണ്ടുവരുന്ന പൈസ കളക്ട് ചെയ്ത് അടിക്കേണ്ട ഷീറ്റുകളൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് ഇവിടുത്തെ പ്രവർത്തനത്തെ ബാധിക്കും. ഞങ്ങളിത് ഇന്നലെ അവരെ അറിയിച്ചതാണ്. MD സമരം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീർന്നാൽ പോലും 1-2 ദിവസമൊക്കെ ക്ഷാമം ഉണ്ടാവും പാലിന്. 2 ദിവസമൊന്നുമില്ല. അതൊക്കെ ഇവിടുത്തെ ജീവനക്കാർ അത് ആ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കൊടുക്കും. ഈ കോവിഡ് സമയത്ത് പോലും, പ്രളയ സമയത്ത് പോലും വീട്ടിൽ പോലും പോകാതെ കഷ്ടപ്പെട്ടവരാണ് ഇവിടുത്തെ സ്റ്റാൻഡിംഗ് ഓർഡർ താഴെയുള്ള തൊഴിലാളികൾ. ആ ഒരു പരിഗണന പോലും മാനേജ്മെൻറ്റ് ഞങ്ങളോട് കാണിക്കുന്നില്ല എന്നുള്ള അത്ര ക്രൂരമാണ്. അന്നും ഈ സാറന്മാരൊക്കെ വീട്ടിലിരുന്നവരാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ. അന്നും മിൽമേലെ ഒരു കവർ പാൽ പോലും എങ്ങും മുടങ്ങിയിട്ടില്ല. അതിന് കാരണക്കാരി ഇവിടുത്തെ സ്റ്റാൻഡിംഗ് ഓർഡറിൽ താഴെയുള്ള ജീവനക്കാർ തന്നെയാണ്. ആ ഒരു പരിഗണന പോലും ഈ മാനേജ്മെൻറ്റ് കാണിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖ സത്യമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. പേ റിവിഷൻ 10-33 മാസക്കാലമായിട്ട് ഞങ്ങളായിട്ട് നടത്തുക. ഇതുവരെ അത് പൂർത്തീകരിച്ച് തന്നിട്ടില്ല. ഞങ്ങൾക്കും ജീവിക്കട്ടെ. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ള സാധനങ്ങളുടെ വിലക്കയറ്റമാണോ ഇന്ന്? അത് തന്നെയാണ് അക്ഷയ. കാര്യം അവരുടെ ചോദ്യം ന്യായമാണ്. കാര്യം അവരുടെ ശമ്പള വർധന, അതുപോലെ തന്നെ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊന്നും തന്നെ മാനേജ്മെൻറ്റ് തീരുമാനം കൈക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള പാലിൻ്റെ പ്രോസസ്സിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ വരും മണിക്കൂറുകൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മിൽമ പാലിന് ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ അടിയന്തരമായൊരു പരിഹാരം മാനേജ്മെൻറ്റ് കാണണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ പറയുന്നത് പോലെ തന്നെ ഇത് വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് എത്തും. കാരണം ഈ സമരം ചെയ്യുന്ന ആളുകളെ മാത്രമല്ല, ക്ഷീരകർഷകരെ മാത്രമല്ല, ഇത് എല്ലാവരെയും ബാധിക്കാം. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ ഉച്ചയോടുകൂടി ഈ മിൽമയുടെ പാല് എത്തുന്നതിൽ പ്രതിസന്ധി നേരിടുമെന്നുള്ള വിവരമാണ് അവർ തന്നെ പറഞ്ഞത്. നമുക്കറിയാൻ സാധിക്കുന്നത്